ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ വിങ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഗ് ബിരിയാണിയാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമെടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം ബിരിയാണി കൂട്ടുകളായ ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കുക. ചോറിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ബിരിയാണി അരി കഴുകിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ എടുത്തത് റോസ് കൈമ അരിയാണ്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് അരി നന്നായി വേവിച്ചെടുക്കാം. ഏകദേശം അരി ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് നന്നായി അടച്ചു വെച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പ്രത്യേകം ചതച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട സവാള, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം എന്നിവ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇതിലേക്ക് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുക. ഇത് നന്നായി ഇളക്കി കൊടുത്ത് അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വേണ്ടി തന്നെ നമ്മുടെ മെയിൻ ആളായ മുട്ട പൊട്ടിച്ചെടുത്ത് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ബീറ്റ് ചെയ്തെടുത്ത മുട്ട നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കിയെടുത്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് നെയ്യ് എന്നിവ ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. ശേഷം ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് മുകളിൽ കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് ദം ചെയ്യുന്നത് പോലെ അരമണിക്കൂർ അടച്ചു വെക്കുക. ശേഷം നമുക്കെടുത്ത് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.